കുവൈറ്റിലെ അപകടത്തിൽ മരിച്ച മലയാളികളിൽ ആദ്യം സ്ഥിരീകരിച്ചത് കൊല്ലം ശൂരനാട് സ്വദേശി ഷമീറിന്റെ മരണമാണ്. ഒട്ടേറെ സ്വപ്നങ്ങളുമായി 5 വർഷം മുമ്പാണ് ഷമീർ കുവൈറ്റിലേക്ക് വിമാനം കയറിയത്. കുറച്ചുകാലം ജോലി ചെയ്ത ശേഷം നാട്ടിൽ വന്ന് കുടുംബത്തോടൊപ്പം താമസിക്കണമെന്നായിരുന്നു ഷമീറിന്റെ ആഗ്രഹം. അതിനിടയിലാണ് അപ്രതീക്ഷിത ദുരന്തം ഷമീറിനെ തേടിയെത്തിയത്. ഷമീറിന്റെ വീട്ടിൽ നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ദിവസം കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ 3 പേരാണ് മരണപ്പെട്ടത്. അതിൽ കൊല്ലം ജില്ലയിൽ നിന്ന് സ്ഥിരീകരിച്ചത് 3 പേരാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ കൊല്ലം അതിർത്തിക്ക് സമീപത്താണ്, വയ്യാങ്കര എന്ന പ്രദേശത്താണ്. ഇവിടെയാണ് ആദ്യം മരണം സ്ഥിരീകരിച്ച ഷമീറിൻ്റെ വീട്. ആ ഷമീറിൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്നലെ ഒരു ഉച്ചയോടുകൂടിയാണ് ഇവിടെ ആദ്യം മരണം സ്ഥിരീകരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രദേശത്ത് താമസിക്കുന്ന ഒരു പ്രദേശവാസി ഇപ്പോൾ നമ്മളോടൊപ്പം കൂടുന്നുണ്ട്. ചേട്ടാ, എന്താണ് ചേട്ടാ പേര്? എൻ്റെ പേര് മുരളി. ഇത് എപ്പോഴാണ് നിങ്ങൾ ഇതൊക്കെ അറിയുന്നത്? ഇന്നലത്തെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള അറിയിപ്പ് വഴിയാണ്. പ്രധാനമായിട്ടും വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ പെട്ടെന്നെല്ലാം റിപ്പോർട്ടെല്ലാം വന്നല്ലോ. അതിനുശേഷമാണ് ഞങ്ങളെല്ലാവരും അറിയുന്നത്. ഇവർ എങ്ങനെ 10 വർഷമായിട്ട് ഇവിടെ താമസിക്കണമല്ലേ? അതെ ഇവിടെ താമസിക്കുന്നുണ്ട് കുറേ നാളുകളായിട്ട്. ഈ ഷമീർ എങ്ങനെയാണ് മരണപ്പെട്ടു? ഷമീറിനെ കുറിച്ച് എന്താ പറയുക? ഷമീറിനെ കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് ഷമീറിനെ കുറിച്ചും ഷമീറിൻ്റെ അത്തായും അമ്മ സബീന ഇവരെല്ലാം ഞങ്ങളുടെ അയലത്തുകാരാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അവരുമായിട്ട് നല്ല അടുപ്പമുണ്ട്. അതിനകത്ത് ഷമീർ വളരെ കുഞ്ഞിലെ ഇവിടെ ഈ അത്തായുടെ കൂടെ പണി ചെയ്യുകയാണ്. പണിയെന്ന് പറയുമ്പോൾ അത്തായ ഇതിൻ്റെ കോൺട്രാക്ടർ ചെറിയ വർക്കുകളൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ അതൊക്കെ നോക്കി കാണുകയൊക്കെ ചെയ്യുമായിരുന്നു. കുറേ നാൾ ടെമ്പോ ഓടിച്ചു നടന്നു. പക്ഷേ ഷമീറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് ഈ നാട്ടിലുള്ള എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു സഹോദരനായിട്ടും മകനായിട്ടും മാറി. കാരണം ഈ വണ്ടി ഓടിക്കാനൊക്കെ നല്ല എക്സ്പെർട്ടാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ഡ്രൈവറുടെ ആവശ്യമുണ്ടെങ്കിൽ പരിചയക്കാരുടെ ഷിമറ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് പോകണമെന്ന് പറയുമ്പോൾ അവൻ നല്ല സഹകരണത്തോടു കൂടി നിഷ്കളങ്കമായ ആ ഒരു രീതിയിൽ വണ്ടി എടുത്തുകൊണ്ട് പോയി ഹോസ്പിറ്റലിൽ വരികയും അങ്ങനെ എല്ലാവരുമായിട്ട് നല്ല സഹകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രകൃതക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഷിമറിനോട് എല്ലാവർക്കും നല്ല ഒരു മതിപ്പാണ്. എല്ലാവരുടെയും ഒരു നല്ല പ്രിയപ്പെട്ട പയ്യനാണ്. വിവാഹം കഴിഞ്ഞിട്ട് 3 കൊല്ലമായിട്ടുള്ളല്ലേ? 3 കൊല്ലമായി, ഒരു 1.5 വർഷമായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒട്ടേറെ സ്വപ്നങ്ങളുമായിട്ടാണ് അദ്ദേഹം. യാതൊരു സംശയമില്ല, ഒട്ടേറെ സ്വപ്നങ്ങളുമായിട്ടാണ് വരിക. കാരണം ഇപ്പം പിന്നെ ഷമീറിൻ്റെ അത്തായം കൂടെ ചേർന്നിട്ട് KSFയുടെ ഒരു ചിട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ചിട്ടിയെ പിടിച്ചിട്ട് വീട് വെക്കണം എന്നൊക്കെയുള്ള പ്രതീക്ഷയോട് പോയതാണ്. ഞാൻ ആ KSFയുടെ ചിട്ടിയുടെ കളക്ഷൻ ഏജൻറ്റാണ്. ഞാൻ വഴിയാണ് ചേർന്നത്. അപ്പോൾ ഞാൻ ഈ വീടുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. ഇപ്പം യാത്ര കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യും. പൈസ കിട്ടുമ്പോൾ ഒരു വീട് വെക്കണമെന്നും അതിനുശേഷം നന്നായി ജീവിക്കണമെന്നും ഈ അതായത് സഹായിക്കാൻ ഈ നാട്ടിൽ പോരണമെന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയായിരുന്നു പോയിരുന്നത്. ഇനി എന്താ ഈ ഭൗതിക ശരീരം എത്തിക്കുന്നതും അതുപോലെ തന്നെ ബാക്കി നടപടിക്രമങ്ങളെ പറ്റി എന്താ ഇപ്പം ഇവരോട് സംസാരിച്ചപ്പോൾ അറിയാൻ ഇവിടെ അറിയാൻ കഴിഞ്ഞത് അവിടുന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമേണ അറിയിക്കും എന്നാണ് ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ. ഇപ്പോൾ എല്ലാവരും വളരെ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് വീട്ടുകാരൊക്കെ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ അവർക്ക് പെട്ടെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവിടെ നിന്നുള്ള ആരെങ്കിലും സുഹൃത്തുക്കളും മറ്റ് സംഘടനകളും എല്ലാം ഇടപെട്ട് അറിയിച്ചുകൊണ്ടിരിക്കുമായിരിക്കുമല്ലോ. അതിനുശേഷം നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ. അത് തന്നെയാണ് എല്ലാവർക്കും. ഷമീർ പ്രിയപ്പെട്ടവന് കൂടിയാണ്. ഒരുപാട് സ്വപ്നങ്ങളും ഒക്കെ ആയിട്ടാണ് അദ്ദേഹം കുവൈറ്റിലേക്ക് യാത്രയായത്. അതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ട് ഇത്തരത്തിലൊരു ദുരന്തം വന്നു ചേരുന്നത്.